ഇലക്ട്രിക് ടോർച്ച് ലൈറ്റ്. ഒരു ടോർച്ച് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ ബാറ്ററി, ബാറ്ററി കേസ്, സ്വിച്ച്, LED, വയറ് എന്നിവയാണ്. ടോർച്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന വൈദ്യുതിയുടെ ഉറവിടമാണ് ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ LED-യുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്കും സ്വിച്ചിൻ്റെ മറ്റേ ടെർമിനലിൽ നിന്ന് LED-യുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ട് പൂർത്തിയാവുകയും LED പ്രകാശിക്കുകയും ചെയ്യും. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED-യുടെ നെഗറ്റീവ് ടെർമിനൽ കാഥോഡ് നീളം കുറഞ്ഞതും പോസിറ്റീവ് ടെർമിനൽ ആനോഡ് നീളം കൂടിയതുമാകുന്നു. ഓരോ LED-യും ഓരോ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. വൈറ്റ് 3.2 വോൾട്ട്, ബ്ലൂ 3.2 വോൾട്ട്, ഗ്രീൻ 2.2 വോൾട്ട്, ഓറഞ്ച് 2 വോൾട്ട്, യെല്ലോ 2.1 വോൾട്ട്, റെഡ് 1.8 വോൾട്ട്, പിങ്ക് 3.2 വോൾട്ട്. സ്വിച്ച് വൈദ്യുതി ആവശ്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ചിന് 2 ടെർമിനലുകളാണുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. അതിന് ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല. വയറുകൾ മാറിയാലും കുഴപ്പമില്ല, ഷോർട്ട് ആവരുതെന്ന് മാത്രം. ബാറ്ററി കേസ് ഒരു ബാറ്ററിയുടെ ഉണ്ട്, 2 ബാറ്ററിയുടെ ഉണ്ട്, 4 ബാറ്ററി, അങ്ങനെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള കേസുകൾ വാങ്ങിക്കാൻ ലഭിക്കും. അതിൽ സ്പ്രിങ് ഉള്ള ഭാഗത്താണ് ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം വരേണ്ടത്. അത് മാറാതെ ശ്രദ്ധിക്കണം. സ്പ്രിങ് ഉള്ള ഭാഗത്താണ് എപ്പോഴും നെഗറ്റീവ് വരാറ്. അതുപോലെ വയറുകൾ ഉണ്ടെങ്കിൽ റെഡ് വയറ് പോസിറ്റീവും ബ്ലാക്ക് വയറ് നെഗറ്റീവുമായിരിക്കും. ഇത്തരം ബാറ്ററികൾ പോസിറ്റീവ് മുകളിലും താഴെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, നെഗറ്റീവ് താഴെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഈ ബാറ്ററിയൊക്കെ 1.5 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ 2 ബാറ്ററിയാണ് വെക്കുന്നതെങ്കിൽ അത് 3 വോൾട്ടിൽ വെക്കാം. സീരീസായി വെക്കണമെന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ.